റബ്ബറിന് വില കുറഞ്ഞതോടെ കർഷകർ റബ്ബർ മരങ്ങളൊക്കെ വെട്ടിമാറ്റി. റബ്ബർ മരങ്ങൾ ഇല്ലാതായപ്പോഴാണ് ആ പ്രദേശങ്ങളുടെ മനോഹാരിത പ്രദേശവാസികൾക്ക് മനസ്സിലായത്. പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുവഴി പോകുന്ന എല്ലാവരും അവിടെ വണ്ടിയൊക്കെ നിർത്തി പ്രകൃതി ഭംഗി ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ് ഇപ്പോൾ എന്നാണ് നമ്മുടെ പ്രവീൺ പറയുന്നത്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കണ്ടിട്ട് വരാം. പത്തനംതിട്ടയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെ ലാഹ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എന്റെ തൊട്ടുപുറകിൽ കാണുന്നത് ശബരിമലയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ്. ഈ ശബരിമലയിലേക്കുള്ള യാത്രക്കിടെ റോഡിന് ഇരുവശവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ആ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ആളുകൾക്ക് വലിയ അറിവില്ല. അത്തരമൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം മലനിരകളാണ്. ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇതൊരു പെയിന്റിംഗ് ആണോ എന്ന് തോന്നിപ്പോകും. അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഇതുവഴി പോകുന്ന ആളുകൾ പലപ്പോഴും ഈ ഭാഗത്തൊക്കെ നിർത്തി അവർ വിശ്രമിക്കാറുണ്ട്. ആ സമയം ഈ ഭൂപ്രകൃതിയുടെ ഫോട്ടോകളൊക്കെ അവർ എടുക്കാറുണ്ട്. തോന്നുന്നു ഹാരിസന്റെ പൈനാപ്പിൾ പ്ലാന്റേഷൻ ഇവ വന്നു. അത് നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ ആസ്വദിച്ചാണ് പോകുന്നത്. ഈ ഭാഗത്ത് ചെറിയ റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ മലയുടെ മറുവശത്തേക്കുള്ള റോഡുകളാണ്. അതും ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു വര പോലെയാണ് നമുക്ക് ഈ റോഡുകൾ കാണുക. ലാഹയ്ക്ക് സമീപം വിളക്കുവഞ്ചി എന്ന സ്ഥലമാണിത്. ഈ പ്രദേശവും പ്രകൃതി രമണീയമാണ്. ശബരിമല ദർശനത്തിന് പോകുന്ന ആളുകൾ മാത്രമല്ല, ധാരാളം ആളുകൾ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ ലാഹ വിളക്കുവഞ്ചി ഭാഗങ്ങളിലേക്ക് എത്താറുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.